തൃശൂരിൽ വയോധികയുടെ കാലിലൂടെ ബസ് കയറിയ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ് അപകടമുണ്ടായത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ലെവിൻ, എന്തൊരു അസ്വസ്ഥതയുണ്ടാക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണത്. ഒരു സ്ത്രീ അവിടെ വീഴുന്നത് കാണാം. 2 ചക്രങ്ങളും ആ സ്ത്രീയുടെ ദേഹത്തൂടെ കടന്നു പോകുന്നുണ്ട്. മയിൽ വാഹനം എന്ന് പറയുന്ന ബസ്സാണ്. ഒന്നും അറിഞ്ഞില്ലേ? ഡ്രൈവറൊന്നും ആരും ഒന്നും അറിഞ്ഞില്ലേ? ബിനിൽ, സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത്തിന്റെയും അശ്രദ്ധയുടെയുള്ള റോഡിലൂടെ നടത്തുന്ന സർവീസിന്റെയും ഉദാഹരണമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത്. ഈ അപകടം നടന്നത് ബസ് സ്റ്റാൻഡിനുള്ളിൽ വെച്ചാണ്. സാധാരണ നമുക്കറിയാം, ബസ് സ്റ്റാൻഡിനുള്ളിൽ വാഹനങ്ങൾ വളരെ വേഗത കുറച്ച് പോകേണ്ട നിയമ മുന്നറിയിപ്പുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത്. ഇതേ ബസ്സിൽ നിന്ന് യാത്രക്കാരിയായി ഇറങ്ങിയ നിർമ്മല എന്ന 61 വയസ്സുകാരിയാണ് ബസ്സിൽ നിന്നിറങ്ങി ബസ്സിന് മുന്നിലൂടെ തന്നെ നടന്ന് ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിന്നാലെ എത്തിയ ഇതേ ബസ്, മയിൽവാഹനം എന്ന ബസ്, ഈ സ്ത്രീയുടെ കാലിലൂടെ കയറി ഇറങ്ങുന്നത്. തൽക്ഷണം ഗുരുതരമായി തന്നെ അവിടെ പരിക്കേറ്റു. ഈ ബസ്സുകാർ അടക്കമുള്ള ആളുകൾ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിർമ്മല ചികിത്സയിലുള്ളത്. കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാകും, ഈ ബസ് ഡ്രൈവറുടെ അടക്കമുള്ള തികഞ്ഞ അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടം വിളിച്ചു വരുത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ ബസ് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ്, ബസ് സ്റ്റാൻഡിലേക്കാണ് ഇറങ്ങുന്നതിന് മുൻപേ ബസ്സിലെ കണ്ടക്ടർ ബെല്ലടിക്കുകയും ബസ് അതിവേഗം മുന്നോട്ടെടുക്കുകയും പെൺകുട്ടി ബസ്സിൽ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്യുന്ന അപകടങ്ങൾ തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഈ കുന്നംകുളം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് അവിടെ സർവീസ് നടത്തുന്ന വിവിധ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചുകൊണ്ടും നിരവധി പരാതികൾ നിലനിൽക്കുകയാണ്. അത്തരം പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഈ ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിന്. ലെവിൻ, തീർച്ചയായും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, എന്തോ ഒരു വസ്തുവിന് മുകളിലൂടെ ആ ബസ് കയറി ഇറങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ ആ ഡ്രൈവർക്ക് സംശയം ഉണ്ടാകില്ലല്ലോ. അവിടെ ഒരു ഹമ്പൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം സ്ഥിരമായി അതിൽ കൂടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ബോധ്യപ്പെടും. അവിടെയാണ് ഈ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണല്ലോ ലെവിൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ബസ്സുകാരുടെ സമരം പിൻവലിക്കാൻ ഗതാഗത മന്ത്രി നടത്തിയിട്ടുള്ള ചർച്ചയിൽ അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കണം എന്നുള്ളതാണ്. ക്രിമിനലുകൾ ബസ്സുകളിൽ ജീവനക്കാരായി എത്തുന്നത് വർദ്ധിക്കുന്നു എന്ന് കേരളം വ്യാപകമായിട്ടുള്ള പരാതിയാണ്. നമുക്കറിയാം, നമ്മൾ വാഹനവും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ കാൽനടയായ റോഡിലേക്ക് ഇറങ്ങിയാൽ ഈ ബസ്സുകാരെങ്ങനെയാണ് പൊതുവിൽ പെരുമാറുന്നത് എന്നുള്ളത്. എല്ലാവരും അടിച്ചാക്ഷേപിക്കുകയല്ല എന്ന് പറയുമ്പോഴും ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഈ ആളുകൾ ഒരു അപകടമുണ്ടാക്കിയ ശേഷം ഓടി രക്ഷപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ മെന്റാലിറ്റി എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ബസ്സുകളിൽ മറ്റ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ജീവനക്കാർ ജോലി ചെയ്യുന്നതിന് പുറമെ 1, 2, 3 അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുന്ന ഡ്രൈവർമാർ വീണ്ടും അതേ ബസ്സിലോ അല്ലെങ്കിൽ മറ്റൊരു ബസ്സിലോ വീണ്ടും ജോലി നോക്കാൻ എത്തുന്നു എന്നുള്ളതും ഗുരുതരമായ സാഹചര്യമാണ്. തൃശ്ശൂരിൽ തന്നെ നമുക്കറിയാവുന്ന ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. 2, 3 റോഡ് ആക്സിഡന്റുകൾ ഉണ്ടാക്കി അതിൽ നിന്നും ആളുകൾ മരണപ്പെട്ട്, 2-ലധികം തവണ ബസ് അപകടം ഉണ്ടാക്കി അതിൽ ആളുകൾ മരണപ്പെട്ട ആളുകളെ പോലും വീണ്ടും അതേ സ്ഥാപനത്തിൽ തന്നെ, അതേ ബസ്സിന് ഉള്ളിൽ തന്നെ ഡ്രൈവറായി നിയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇവർ ഇത്തരത്തിൽ പോലീസ് ക്ലിയറൻസിനെതിരായിട്ടുള്ള വാദങ്ങൾ ഉയർത്തുന്നത്. ബസ് സർവീസ് ഉടമകളും ബസ് സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങളും അടക്കം ഇത്തരത്തിൽ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിനെല്ലാം ആ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു അപകടത്തിന്റെ ദൃശ്യം കൂടി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ പങ്കുവെക്കുന്നത്.